യോഹന്നാൻ അധ്യായം 17. ഇത് പറഞ്ഞതിനു ശേഷം യേശു സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. പിതാവേ, സമയം വന്നിരിക്കുന്നു. അങ്ങയുടെ പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണമേ. അങ്ങ് അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന് സകല മനുഷ്യരുടെയും മേൽ അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അവിടുന്ന് എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി നിറവേറ്റി ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകാരംഭത്തിനു മുമ്പേ അങ്ങയോടൊപ്പം എനിക്കുണ്ടായിരുന്ന മഹത്വത്താൽ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയിട്ടുള്ളവർക്ക് ഞാൻ അവിടുത്തെ നാമം വെളിപ്പെടുത്തി. അവർ അങ്ങയുടെ സ്വന്തമായിരുന്നു. അങ്ങ് അവരെ എനിക്ക് തന്നു. അവർ അങ്ങയുടെ വചനം അനുസരിച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ളതെല്ലാം അങ്ങയിൽ നിന്നും വന്നിട്ടുള്ളതാണെന്ന് അവർ ഇപ്പോൾ അറിയുന്നു. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച വചനം ഞാൻ അവർക്ക് കൊടുത്തു. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയിൽ നിന്ന് വന്നുവെന്ന് ഉറപ്പായി അറിയുകയും അവിടുന്ന് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകത്തിനു വേണ്ടിയല്ല. അങ്ങ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളവർ അങ്ങയ്ക്കുള്ളവരാകയാൽ അവർക്ക് വേണ്ടിയത്രേ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതും അങ്ങയ്ക്കുള്ളതെല്ലാം എന്റേതുമാകുന്നു. അവരിലൂടെ എനിക്ക് മഹത്വം കൈവന്നിരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, അവരോ ഇപ്പോഴും ലോകത്തിലിരിക്കുന്നു. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധ പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് അവിടുത്തെ നാമത്തിൽ, അവിടുന്ന് എനിക്ക് തന്നിരിക്കുന്ന നാമത്തിൽ തന്നെ അവരെ കാത്തുകൊള്ളണമേ. ഞാൻ അവരോടുകൂടെ ആയിരുന്നപ്പോൾ അവിടുന്ന് എനിക്ക് നൽകിയ നാമത്താൽ ഞാൻ അവരെ സംരക്ഷിക്കുകയും ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്തു. തിരുവെഴുത്ത് നിറവേറേണ്ടതിന് ആ നാശപുത്രനൊഴികെ വേറെ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഇപ്പോൾ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. എന്നാൽ എന്റെ സന്തോഷം അവരുടെ ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ തന്നെ ഇത് പറയുകയാണ്. അവിടുത്തെ വചനം ഞാൻ അവർക്ക് കൊടുത്തു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ലാത്തതിനാൽ ലോകം അവരെ വെറുത്തിരിക്കുന്നു. അവിടുന്ന് അവരെ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളണമെന്നല്ല, പിന്നെയോ ദുഷ്ടനിൽ നിന്നും കാത്തുകൊള്ളണം എന്നാണ് എന്റെ പ്രാർത്ഥന. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം. അവിടുത്തെ വചനം സത്യം തന്നെ. അവിടുന്ന് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. സത്യത്താൽ അവരും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്കു വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അവർക്കു വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മുഖേന എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങ് എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കുവാൻ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കണമേ. അവർ നമ്മെപ്പോലെ ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഞാൻ അവരിലും അങ്ങ് എന്നിലും ആകുന്നു. അങ്ങ് എന്നെ അയച്ചിരിക്കുന്നുവെന്നും എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ തക്കവണ്ണം അവരെ പൂർണ്ണ ഐക്യത്തിലേക്ക് നയിക്കണമേ. പിതാവേ, അവിടുന്ന് ലോക സൃഷ്ടിക്ക് മുമ്പേ എന്നെ സ്നേഹിച്ചിരുന്നതിനാൽ എനിക്കു തന്ന മഹത്വം അവിടുന്ന് എനിക്ക് നൽകിയിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ആയിരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങയെ അറിയുന്നില്ല, എന്നാൽ ഞാൻ അങ്ങയെ അറിയുന്നു. അങ്ങ് എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇവരും അറിയുന്നു. അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ അങ്ങയെ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും.